ഫോർസ ഹൊറൈസൺ 5 ആണ് കളിക്കാൻ പോണത്. യുനോ കുറേ നാളായി എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നു എന്തേലും റേസിംഗ് ഗെയിംസ് കളിക്കുക, എപ്പോഴും ഈ വെടിവെപ്പ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ്, ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ നേരെ പോയി ഫോർസ ഹൊറൈസൺ 5 ബൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് 1999 പ്ലേ സ്റ്റേഷൻ എന്തോ എസെൻഷ്യലിൽ എന്തോ ഓഫർ വന്നിട്ടുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചു, കാരണം അതൊന്നും നിങ്ങളെ കാട്ടേണ്ട ആവശ്യമില്ല. എല്ലാവരും ഓൾറെഡി ഇതിൻ്റെ ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ട്യൂട്ടോറിയലൊക്കെ ഒന്നും കാട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി കളിച്ച് തീർത്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ സുപ്ര കാർ എടുത്തിട്ടുണ്ടായി. നമുക്ക് നേരെ ഓഫ് റോഡ് പിടിക്കാം. അതിന് മുമ്പ് സുപ്ര ഓടിച്ചു നോക്കാം. ലെറ്റ്സ് ഗോ. ഇത് ഞാൻ മാനുവലാണ് ഇട്ടേക്കണേ. മാനുവൽ എന്ന് പറയുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്, ഓട്ടോമാറ്റിക്കലി ഗിയർ ഷിഫ്റ്റ് ആവില്ല, മാനുവൽ ഗിയർ ആണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. ഞാൻ റേസിംഗിൽ അത്ര സെറ്റപ്പ് ഒന്നും അല്ല. ഓക്കെ, നമുക്ക് ഓഫ് റോഡാണ് വേണ്ട. നമുക്ക് ഓഫ് റോഡാണ് വേണ്ട. കണ്ട വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെക്ക്. നമ്പർ പ്ലേറ്റ് ഒക്കെ കണ്ട CR7 ഓൺ. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടാ. ഗിയർ മാറ്റാം, അല്ലെങ്കിൽ പെട്ടക്കത്. മൈൽസ് പെർ ഹവർ ആണ് ഇട്ടേക്കണേ, ഇതല്ല. ഓക്കെ. അവിടെ ഒരു ഓഫ് റോഡ് ഉണ്ട്. നമുക്കപ്പോൾ നമ്മുടെ ഓഫ് റോഡിന് പറ്റിയ വണ്ടി, നമുക്ക് ഓഫ് റോഡ് പോവാം. കാഴ്ച പോവാ, ചേഞ്ച് കാർ പോവാ. ഓഫ് റോഡിന് പറ്റിയ വണ്ടി നമ്മുടെ ഈ ഒരു സാധനം ഉണ്ട്, ബോങ്കോ എന്ന് പറഞ്ഞൊരു ഫോർഡിന്റെ വണ്ടി ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ജീപ്പ് ഉണ്ട്, ജീപ്പ് ഉണ്ട്. നമുക്ക് ജീപ്പ് എടുക്കാം. ഗെറ്റ് ഇൻ കാർ. യാ, ഓക്കെ. നമ്മള് ഓഫ് റോഡ് പിടിക്കാം കേട്ടോ. ഓഫ് റോഡ് ഇതാണ് കേട്ടോ വണ്ടി. ഇതാണ് നമ്മള്, പേര് ഡ്രേക്ക് എന്നാണ്, പക്ഷെ പെണ്ണാണ്. ഞാൻ എല്ലാം തലയിരിച്ച് ചെയ്തേക്കണം. വാട്ടവർ, നമുക്ക് ഓഫ് റോഡ് പിടിക്കാം. ഇതിന് 3 ഗിയറേ ഉള്ളൂ. ഞാൻ ഇന്നലെ ചുമ്മാ ഓടിച്ചു നോക്കിണ്ടായി, പക്ഷെ ഇന്നലെ ഓഫ് റോഡ് ഒന്നും പോയില്ല, ജസ്റ്റ് ഈ സ്ട്രീറ്റിൽ കൂടി ഓടിച്ചു നോക്കിണ്ടായി. അപ്പോൾ 3 ഗിയറുള്ള ഈ വണ്ടി നമുക്കൊന്ന് ഓടിക്കാം. ഈ വണ്ടിക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. ഇതിന്റെ FPP ഇട്ടാ ഈ ഒരു ലെവലായിരിക്കും. FPP ഈ ഒരു ലെവലാ. ഇതിലെവിടെ മല ഉള്ളത്? മല ആ ഭാഗത്താ, റൈറ്റ് സൈഡിലില്ല. അപ്പൊ നമുക്ക് ലെഫ്റ്റ് പിടിക്കാം. ഇവിടെ നിന്ന് അന്യായ ഗ്രാഫിക്സ് ഉണ്ടോ ഗൈസ്? ഇത് അന്യായ ഗ്രാഫിക്സ് ഉണ്ടോ? ഒന്നും പറയാനില്ല. ഇതൊന്നും അല്ലാട്ടെ ആക്ച്വലി ഓഫ് റോഡ്. ഇത് നമ്മൾ ഈ മാപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, മിനിഞ്ഞാന്ന് എന്തോ ഇന്നലെ കയറ്റിയതാക്കി. ഇന്നലെ ട്യൂട്ടോറിയൽ ഒന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പഴാ കളിക്കണം. ഇതൊന്നും അല്ല ആക്ച്വലി OG ഓഫ് റോഡ്. ഇതൊന്നും അല്ല, ഫോറസ്റ്റ് ഏരിയയിൽ പോകുമ്പോൾ കാണാം. ഇത് ജസ്റ്റ് പേരിന്, അല്ലെങ്കിൽ ടാറിടാത്ത റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ മല കയറാൻ പറ്റാൻ നോക്കാം. മല കയറാൻ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. മോർണിംഗ് ആണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. ഗിയർ മാറ്റ് കാണത്ത് 3 ഗിയറുള്ള ഇതിന്.
കേറാൻ നല്ല ബുദ്ധിമുട്ടാണ് ട്ടോ. ഞാൻ ഫുള്ള് ഞെക്കി പിടിച്ച് കേറാൻ ബുദ്ധിമുട്ടാണിത്. ഗിയർ താഴത്തോട്ടാക്കണം. ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ടാ പിന്നെയും കേറിപ്പോന്ന് തോന്നുന്നു. അതെ, നമ്മൾ കാറൊന്നും നേരിട്ട് ഓടിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നമ്മൾ ബൈക്ക് ഓടിക്കുന്നത് കൊണ്ട് അറിയാലോ, നമുക്ക് ഈ കയറ്റം കയറുമ്പോഴൊക്കെ ഫസ്റ്റ് ഗിയറാ നല്ലത്. ഇത് ആ കാണുന്ന മല കണ്ട, ഇതിൽ ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല, പൊക്കത്തോട്ട് ആക്കാൻ പറ്റില്ല. ഒരു കാണുന്ന മലയില്ലേ, ആ മലയുടെ പൊക്കത്തെത്താനാണ് നമ്മുടെ ലക്ഷ്യം ഈ വണ്ടി കൊണ്ട്. ഫസ്റ്റ് ഗിയർ എത്തോ ഇല്ലെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ഏത് വണ്ടി ഓടിക്കേണ്ടതെന്നും കമന്റ് ചെയ്യുക. നമുക്ക് പൊളിക്കാം. ഓ, കേറിട്ടിട്ട് കാര്യമില്ല. അയ്യോ, മാങ്ങാത്തൊലി കേറാനുള്ളല്ലോ. ഓ, ഇവിടെ പോലും കേറാനില്ലടാ. ഇത് എന്ത് ഓഫ് റോഡ് വണ്ടി വരാ? ഓഫ് റോഡ് വണ്ടി എന്ന് പറഞ്ഞിട്ട് കിടക്കാണല്ലോ നല്ലത്. ഇത് പോലും കേറാനല്ലേ? എന്നാ ശോകമാണ് മച്ചാമാര്. ഓ, ഒട്ടും കയറാനില്ലട്ടാ ഗൈസ്. ഞാൻ ഫുള്ള് ഞെക്കി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗ് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായത്. ഞാൻ ഫുള്ള് ഞെക്കി പിടിച്ചിട്ടുണ്ട്, പക്ഷെ കയറാനുള്ളത് ഇഞ്ചോട് ഇഞ്ചിഞ്ചായിട്ടാ കയറാൻ. ഓ, അതെ. ഓക്കെ, കയറി. നിരപ്പുണ്ട്. വെറുതെ മൂടി സാധനം ഉണ്ടാ ഇത്. ഓ, ഇത് എക്സ്ബോക്സിന്റെ എക്സ്ക്ലൂസീവ് ഗെയിം എന്തോ ആയിരുന്നു. PS5 ഈ വർഷം, കഴിഞ്ഞ വർഷം എന്തോ ഒന്നാണ്. ഇപ്പോഴാണ് നമുക്ക് വാങ്ങാൻ പറ്റിയത്. ഈ ഓഫറിന് കണ്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. ഇത് കളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിത് വലിയ നഷ്ടമായിരുന്നു. ഓ, ഇത് കേറുമെന്ന് തോന്നാനല്ലടാ. ആ ഒരു പോയിന്റ് എത്തിയാ മതി. ആ ഒരു പോയിന്റ് എത്തോ, വിട്ടുകൊടുക്കരുതല്ലേ. അയ്യോ. ഓ, കേറാനല്ല കേട്ടോ വണ്ടി കണ്ട. റിവേഴ്സ് എടുത്തേ. അയ്യോ ഗായ്സ്, നമ്മൾ എവിടെ പോണ ചുറ്റി എല്ലാം പോയി. ഓ, നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഓ, ഇത് കേറില്ലട്ട ഗായ്സ്. സീനാണല്ലോ. ഓ, വിട്ടുകൊടുക്കരുത്. നമ്മളെന്നാല് CR7 ഫാൻസ് ആണ് നമ്മള്. ഫാൻസ് അല്ല, CR7 ഫാനാണ്. അപ്പൊ നെവർ ഗീവ് അപ്പ് എന്നാണ് അണ്ണന്റെ പോളിസി. സെക്കൻഡ് ഗിയർ ഇട്ട് നോക്കിയാലോ? ഓ, സെക്കൻഡ് ഇട്ടാ പണിയാവും. ഓ, പൊന്നു. ആ വഴി പറ്റില്ല, നമുക്ക് ഇപ്പുറത്തെ വല്ല വഴി ഉണ്ടോ നോക്കാം. ഓ, കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, ഇത് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, കമോൺ. യൂക്കാൻ.
അതുവഴി ഏതാ വണ്ടി പോകണ്ടല്ലോ. പ്ലെയറാണ്. ഓ ഗായ്, എന്റെ മോനെ ഇതെങ്ങനെ റൂളാം. ഈ സ്പീഡിൽ പോയിട്ട് നോക്കാം. ഇതിപ്പോ ഒന്നളിയോ, ഇത് ഒരു വഴിക്ക് നട്ടപ്പടിയാവൂലട്ടാ. ഞാൻ സുല്ലിട്ട് ഇല്ലില്ല, ഞാൻ സുല്ലിടില്ല. ഐ എം റൊണാൾഡോ ഫാൻ ബ്രോ, ഐ എം റൊണാൾഡോ ഫാൻ. എടാ കീറിയ കേറി. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ റൊണാൾഡോ ഫാനാണ്, കേറ്റു എന്ന് പറഞ്ഞാൽ കേറ്റിയിരിക്കും. അപ്പൊ ഓക്കെ, ആ മല കയറാൻ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കയറി, അത് കയറാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ അത് ഏത് കാറ് വെച്ച് കയറണം എന്ന് കമന്റ് ഇടുക. ആ ഒരു വണ്ടിയായിട്ട് നമുക്ക് അടുത്ത ഓഫ് റോഡ് വരും. പിന്നെ ഏതെങ്കിലും, നിങ്ങൾക്ക് അറിയാലോ, ഫോർസ ഹൊറൈസൺ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഏതെങ്കിലും വണ്ടിയുടെ ടോപ്പ് സ്പീഡോ അങ്ങനെ എന്തെങ്കിലും ചലഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കമന്റ് ഇടുക. നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.